നമസ്കാരം, CCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. LDF-ലെ ഭിന്നത തുറന്നുകാട്ടി തിരുവില്ലാമലയിൽ CPI-CPM സംഘർഷം രൂക്ഷമാകുന്നു. ചരിത്ര പ്രസിദ്ധമായ തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന ഏകാദശി മഹോത്സവത്തിന് തുടക്കമായി. KSLC ചേലക്കര പഞ്ചായത്ത് തല നേതൃസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ വികസന വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. ഉത്രാളിക്കാവ് പൂരം മാർച്ച് 2-ാം തീയതി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആഘോഷിക്കും. വിശദമായ വാർത്തകളിലേക്ക്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ CPI-യും CPM-ഉം തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു. സംഘർഷത്തിൽ 3 CPM പ്രവർത്തകർക്കും 2 CPI പ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒറ്റപ്പാലം വള്ളുവനാട് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തിരുവില്ലാമല കയറമ്പാറയിലെ നടക്കാവ് പ്രദേശത്ത് വെച്ചാണ് സംഘർഷം നടന്നത്. പഴയന്നൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുകയും ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന ആയുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. സമാധാനപൂർവ്വമായി പോകുന്ന ഒരു പ്രദേശമായതുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാവാതെ കൂട്ടുകാരൊക്കെ നേരം വിളിക്കാൻ മൊത്തം കാണാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ പറയില്ലേ, ഇദ്ദേഹം പൈസ കൊടുക്കാനുണ്ടായിരുന്നത് ഈ പയ്യനോട് അണ്ണനോട് വിളിച്ച് പൈസ കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ ക്യാഷ് കൊണ്ടുവന്ന സമയത്താണ് ഇങ്ങനൊരു സംഘർഷം അവിടെ ഉണ്ടായത്. അപ്പോൾ ആക്രമിക്കുമ്പോൾ പറയണമെന്ന് പറയണു, നിൻ്റെ ആളുകളെ വിളിക്കണം, നിൻ്റെ നേതാക്കന്മാരെ വിളിക്കണം, അവരെ വിളിച്ച് വരുത്തണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് പറയണേ. നമ്മൾ കണ്ടിട്ടില്ല, അവർ പറയണം. അപ്പോൾ അവരിതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്ന് രാഷ്ട്രീയ സംഘർഷമാക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് CPI-യും CPM-ഉം പ്രദേശങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. തിരുവില്ലാമലയിലെ രാഷ്ട്രീയ സാഹചര്യം കലുഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും എഴുതിത്തള്ളാനാകില്ല. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് കയറമ്പാറ പടിഞ്ഞാറ്റൂർ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇതെൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ വൈകുന്നേരം ഏകദേശം ഒരു 8-8:30 മണിക്ക് കയറമ്പാറ പ്രദേശത്ത് അംഗൻവാടിയുടെ പ്രദേശത്ത് നടക്കാവെന്ന് പറയുന്ന സ്ഥലത്ത് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് CPI-യുടെ നേതൃത്വത്തിലുള്ള 2 പേര് ബൈക്കിൽ വന്ന് മാരകായുധമായി ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു. വടിവാളും കമ്പിപ്പാരും കൊണ്ട് ഞങ്ങൾ 4 പേര് വളഞ്ഞിട്ടടിക്കുകയായിരുന്നു. അടിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മധുവിനെതിരെ ശബ്ദം ഉയർത്തിയതായിരിക്കും നമുക്ക് അനുഭവം എന്ന് പറയുന്നത്. അല്ല, ആക്രമിക്കാൻ ഉണ്ടായത് നേരത്തെ ഈ ഇലക്ഷൻ്റെ കഴിഞ്ഞിട്ടുള്ള ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചെറിയ ഇഷ്യൂസ് ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ ഞങ്ങൾക്കെതിരെ മത്സരിച്ചതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകൾ ഞങ്ങളുടെ ഡിവൈഎഫ്ഐ സഖാക്കളെയും പാർട്ടി മെമ്പർഷിപ്പുള്ള ആളുകളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ മറ്റു മോശമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അത് കുറേ കാലമായിട്ടുള്ള അവർ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ്. CCV തിരുവില്ലാമല. ഏതൊരു പാർട്ടിക്കും സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവകാശമുള്ള ഈ രാജ്യത്തിൽ ഭരണം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടത് എന്ന നിലയിലുള്ള CPM-ന്റെ മൃഗീയ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുമെന്ന് CPI ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി രാമകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്നാൽ CPI പ്രവർത്തകർ കൂട്ടമായി ചേർന്ന് CPM പ്രവർത്തകരെ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയായിരുന്നുവെന്നും പ്രവർത്തകരെ ഇല്ലാതാക്കാനുള്ള ഇത്തരം നീക്കങ്ങൾ നിയമപരമായി തന്നെ നേരിടുമെന്നും CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV ദിവാകരൻ പറഞ്ഞു. കുറച്ചു നാളുകൾക്ക് മുൻപാണ് CPM നേതാക്കളായ ഉമാശങ്കറിനും PA ബാബുവിനുമെതിരെ വൻ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് മധു ആനന്ദ് ഉൾപ്പെടെയുള്ള 250ഓളം പ്രവർത്തകർ CPI-യിലേക്ക് മാറിയത്. അന്നു മുതൽ രാഷ്ട്രീയ പകപോക്കുന്നതിനു വേണ്ടി CPM പ്രവർത്തകർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുവില്ലാമലയിൽ വളരെ നല്ല രീതിയിൽ മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പാർട്ടിയാണ് CPI. എന്നാൽ CPM വിഭാഗീയത രൂക്ഷമാക്കുകയാണെന്നും CPI-യിലേക്ക് ചേർന്ന പുതിയ സഖാക്കളെ ഉപദ്രവിക്കുകയാണ് ചെയ്തിരുന്നതെന്നും ഏതൊരു പാർട്ടിക്കും സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവകാശമുള്ള ഈ രാജ്യത്ത് CPM-ന് മാത്രം അവകാശപ്പെട്ടതാണ് ഭരണം എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി എതിർക്കുമെന്നും CPM-മായി ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കുമെന്നും CPI ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി രാമകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘം ചേർന്ന് CPI-യുടെ പ്രവർത്തകരെ ഇങ്ങോട്ട് ആക്രമിക്കുക എന്ന ആക്രമിച്ചതിന് ശേഷം ബലമായി ഇലക്ട്രിക് പോസ്റ്റിൽ പിടിച്ചു കെട്ടി ആക്രമിക്കുക എന്ന അതാണ് പറയുന്നത് താലിബാൻ മോഡൽ ആക്രമണം എന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ഉണ്ടായത്. അങ്ങനെ വളരെ ബോധപൂർവം ഒരു വിഷയം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പൈസ ഇന്ന് വേണം എന്ന് പറയുകയും അത് ഇപ്പോൾ വേണമെന്ന് പറയുകയും ആ പൈസ വേറൊരാളെ അടുത്ത് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ഇലക്ട്രിക് പോസ്റ്റിലിട്ട് കെട്ടി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പൈസ ആയിരുന്നില്ല ആവശ്യം, ഈ വ്യക്തിയെ ഇങ്ങോട്ട് വരുത്തുക എന്നതായിരുന്നു എന്ന് അരിഭക്ഷണം കഴിക്കാൻ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും.
ഗിരീഷ് രാധാകൃഷ്ണൻ പറഞ്ഞത് 6 അടി നീളവും കയ്യിൽ എന്താ പറയുക ഹാൻഡിൽ മടക്കിയതുമായ ഒരു ഇരുമ്പ് വടി സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടി എന്നാണ് പറയുന്നത്. ഇരുമ്പ് വടി വെച്ച് നടക്കുന്ന രൂപത്തിലുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു രാഷ്ട്രീയ സംഘർഷാവസ്ഥ ആ പ്രദേശത്ത് CPIയും CPM തമ്മിൽ നിലനിന്നിരുന്നില്ല. CPI ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മധു ആനന്ദ്, സി മോഹൻ, N ആൻഡ്രൂസ്, ചന്ദ്രൻ ആനപ്പാറ, കാർത്തിക്, വി കുമാരൻ, അനിൽ, രമേശ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നാൽ CPI നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന പ്രതികരണവുമായാണ് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AB ദിവാകരൻ രംഗത്ത് വന്നത്. അപ്രതീക്ഷിതമായി CPI പ്രവർത്തകർ കൂട്ടമായി ചേർന്ന് CPM പ്രവർത്തകരെ ആക്രമിച്ചുവെന്നും പ്രവർത്തകരെ ഇല്ലാതാക്കാനുള്ള ഇത്തരം നീക്കങ്ങളെ നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും AB ദിവാകരൻ അറിയിച്ചു. 2 മണിക്ക് കുത്താമ്പലയിൽ നിന്ന് സുന്ദരന്റെ നേതൃത്വത്തിൽ ഒരു 20ഓളം ആളുകൾ കാറിലും ബൈക്കുമായി കയറമ്പാറ പ്രദേശത്ത് വന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളെ സഹാക്കളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അവർ തിരിച്ചു പോവുകയും വധഭീഷണി മുഴക്കിയാണ് തിരിച്ചു പോയത്. അതിലുപരി അത് കഴിഞ്ഞ് ആ പ്രവൃത്തി കഴിഞ്ഞ് തിരിച്ചു പോയതിന് ശേഷം വൈകിട്ട് 7 മണിക്ക് വീണ്ടും തിരിച്ചു വന്നു കയറമ്പാറ അംഗൻവാടിയുടെ സമീപത്തുള്ള പറമ്പിൽ വെച്ച് ബ്രാഞ്ച് സെക്രട്ടറിയായ മോഹൻദാസിനെ, പിന്നെ ബ്രാഞ്ച് അംഗം അനുഭാവി ഗ്രൂപ്പിലുള്ള ദിലീപ് എന്നിവരെ മാരകായുധങ്ങളുമായി ഉപദ്രവിക്കുകയും മനഃപൂർവ്വം പ്രശ്നങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. ഇതിലൂടെ അതിൽ പകരമായി അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും മൊഴിയെടുക്കുകയും ഇന്ന് കാലത്ത് ഇവരെ അടിക്കാൻ ഉപയോഗിച്ച കമ്പി, പ്രത്യേകം പണിയിപ്പിച്ചുണ്ടാക്കിയ കമ്പി, വടി എന്നിവ സ്ഥലത്ത് നിന്ന് പോലീസ് വന്ന് കണ്ടെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനഃപൂർവ്വം രാഷ്ട്രീയ വൈരാഗ്യത്തിലൂടെ വധഭീഷണി, നമ്മുടെ പ്രവർത്തകരെ വധിക്കുക എന്നുള്ള രൂപത്തിലേക്കാണ് ദിലീപിൻ്റെ മൂക്ക് കടിച്ച് താഴേക്ക് തൂങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇന്നത് സ്റ്റിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം 4 മണിക്കാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ നടത്തി തിരിച്ചു വന്നിട്ടുള്ളത്. കൈ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. CCV തിരുവില്ലാമല. തിരുവില്ലാമല വില്വാതിരിനാഥ ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന ഏകാദശി മഹോത്സവത്തിന് ഫെബ്രുവരി 28-ാം തീയതി തുടക്കമായി. മാർച്ച് 9 വരെയാണ് ലക്ഷാർച്ചന ഏകാദശി മഹോത്സവം. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 9 വരെയാണ് ലക്ഷാർച്ചന ഏകാദശി മഹോത്സവം. ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ ലക്ഷാർച്ചന ഏകാദശി മഹോത്സവം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സദസ്സ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ MG നാരായണൻ അധ്യക്ഷനായ പരിപാടിയിൽ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി K ജയപ്രകാശ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ N ജ്യോതി, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് AB ദിവാകരൻ, ഖജാൻജി രാജ്കുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് സ്വാമി ഉദിത് ചൈതന്യയുടെ അനുഗ്രഹ പ്രഭാഷണവും ആധ്യാത്മിക പ്രഭാഷണവും ഉണ്ടായിരുന്നു. ലക്ഷ്മണസമേതനായിരിക്കുന്ന ശ്രീരാമസ്വാമി ഇന്ന് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ പൈതൃകം നിലനിർത്തണം. നമ്മുടെ തലമുറകളിലേക്ക് നമ്മുടെ ഭാരതത്തിലെ പ്രത്യേകിച്ച് ഏകാദശി ദിവസം വരെ വിവിധ കലാപരിപാടികൾ വില്വാതിരിനാഥ ക്ഷേത്രത്തിൽ അരങ്ങേറും. CCV തിരുവില്ലാമല. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ ചേലക്കര പഞ്ചായത്ത് തല നേതൃസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ വികസന വിജ്ഞാനോത്സവത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ജനകീയാസൂത്രണത്തിന്റെ 25-ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് തല നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജനകീയാസൂത്രണത്തിന്റെ 25 വർഷങ്ങൾ തിരിഞ്ഞുനോട്ടം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഫെബ്രുവരി 28 ഞായറാഴ്ച ചേലക്കര ഗ്രാമീണ വായനശാല ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചേലക്കര ഗ്രാമീണ വായനശാല പ്രസിഡന്റ് MN നീലകണ്ഠൻ അധ്യക്ഷനായി. പഞ്ചായത്ത് തല നേതൃസമിതി കൺവീനർ TV മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, പഞ്ചായത്ത് തല നേതൃസമിതി കൺവീനർ TV മോഹൻദാസ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് PK ഗോപാലൻ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മധുസൂദനൻ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അംഗം എല്ലിശ്ശേരി വിശ്വനാഥൻ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല സെക്രട്ടറി G സത്യൻ മാസ്റ്റർ വിഷയാവതരണം നടത്തി. തുടർന്ന് ചർച്ചയും വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായവരെ ആദരിക്കുകയും ചെയ്തു. CCV ചേലക്കര.
കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മാർച്ച് 2-ാം തീയതി ഉത്രാളിക്കാവ് പൂരം ആഘോഷിക്കും. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഉത്രാളിക്കാവ് നടയിൽ 11:30 എങ്കക്കാട് ദേശം 3 ആനകളുടെ അകമ്പടിയോടെയും പഞ്ചവാദ്യത്തോടും കൂടി 2:15 വരെ എഴുന്നള്ളിക്കും. തുടർന്ന് 2:30 മുതൽ കുമരനെല്ലൂർ ദേശം 3 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ 5 മണിവരെ എഴുന്നള്ളിക്കും. ഉച്ചയ്ക്ക് 1:30 മുതൽ 4 മണിവരെ വടക്കാഞ്ചേരി ദേശം കരുമരക്കാട് ശിവക്ഷേത്രത്തിലാണ് എഴുന്നള്ളിപ്പ്. വൈകിട്ട് 5 മണിക്ക് എങ്കക്കാവിന്റെ കോലം വെച്ച ആന അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കും. 5:45 കുമരനെല്ലൂരിന്റെ കോലം വെച്ച ആന അമ്പലത്തിനുള്ളിൽ കയറും. 6 മണിക്ക് കോലം വെച്ച 3 ആനകളുമായി ആൽത്തറയിൽ കൂട്ടി എഴുന്നള്ളിക്കും. 8 മണിക്ക് പകൽ പൂരത്തിന് സമാപനമാകും. 5 മണി മുതൽ 7:30 വരെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചുള്ള ഹരിജൻ വേലകൾ കാവ് തീണ്ടുമെന്ന് ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ AK സതീഷ് കുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെ പറയെടുപ്പിന് വൻ ഭക്തജനസാന്ദ്രത അനുഭവപ്പെട്ടു. എല്ലാ വർഷവും വീടുകൾ തോറും നടത്തിവരാറുള്ള പറയെടുപ്പ് ഇത്തവണ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അമ്പലത്തിൽ നടത്തിയത്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പറയെടുപ്പുമായി ബന്ധപ്പെട്ട് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. എല്ലാ വർഷവും വീടുകളിൽ കയറി നടത്താറുള്ള പറയെടുപ്പ് കോവിഡ് മാനദണ്ഡങ്ങൾ മൂലം മാറ്റിവെച്ച് അമ്പലത്തിൽ വെച്ച് നടത്തുകയായിരുന്നു. അവിൽ, മലർ, ശർക്കര, നെല്ല്, പുഷ്പം, നാണയം, ഇഞ്ചി, അരി, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് പറയെടുപ്പിനായി ഭഗവതിക്ക് ഭക്തജനങ്ങൾ കാഴ്ചവെച്ചത്. ഒരു സംസ്കാരത്തിന്റെ പാരമ്പര്യം മുഴുവൻ വിളിച്ചോതുന്ന ആഘോഷങ്ങളെല്ലാം ചടങ്ങുകൾ മാത്രമായി മാറിയതിന്റെ നോവിലാണ് പഴമക്കാരെന്ന് ഉത്രാളിക്കാവ് ദേവസ്വം ഓഫീസർ V മുരളീധരൻ, കോമരം പള്ളിയത്ത് മാധവൻ നായർ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV. KCYM-ന്റെ തൃശൂർ രൂപതയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ വാഹന ജാഥ നടത്തി. കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് KCYM തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി. ചേലക്കര ഫൊറോന പള്ളിയിൽ ദേവദാസൻ ആന്റണി തച്ചുപറമ്പിലിന്റെ കബറിടത്തിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത്. ചേലക്കര ഫൊറോന വികാരി ഫാദർ തോമസ് വടക്കൂട്ട്, ജാഥ ക്യാപ്റ്റന്മാരായ സാജൻ ജോസ്, സാജൻ ജോയ് എന്നിവർക്ക് പതാക കൈമാറി. അതിരൂപതയിലെ 16 ഫൊറോനകളിലും സ്വീകരണം നൽകിക്കൊണ്ട് 9 മണിക്ക് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ ജാഥ എത്തിച്ചേരും. ഇന്ധന പാചകവാതക വിലവർധന, കർഷക ബിൽ പിൻവലിക്കുക, പിൻവാതിൽ നിയമനങ്ങൾ, ആഴക്കടൽ മത്സ്യബന്ധന കരാർ എന്നിവ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ ലിൻസൺ തട്ടിൽ, ഫൊറോന ഡയറക്ടർ ഫാദർ സിജോ ചെറുവത്തൂർ, അനൂപ് പുന്നപ്പുഴ, അവിൻ ജോസ്, സജി ജോസഫ്, അനോ ജോസഫ്, റെജി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. CCV ചേലക്കര. കിളിമംഗലം ഗ്രാമീണ വായനശാലയിൽ ജനകീയ വികസന വിജ്ഞാനോത്സവ സെമിനാറും പുസ്തക പ്രദർശനവും സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കേരള വികസനം 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ജനകീയാസൂത്രണ പശ്ചാത്തലത്തിൽ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഞായറാഴ്ച കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയിൽ വെച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ KA നന്ദഗോപാലൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കിള്ളിമംഗലം ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി. ലൈബ്രറി കൌൺസിൽ റിസോഴ്സ് പേഴ്സൺ KS ജോർജ് മാസ്റ്റർ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് വിഷയാവതരണം നടത്തി. 1996 ഇപ്പം 2021 എത്ര വർഷമായി? കണക്കിൽ വളരെ മോശം തോന്നുന്നു. 25ാമത്തെ വർഷം. ഏതെങ്കിലും ഒരു കാര്യം 25 വർഷമായാൽ നമ്മൾ അതിനൊരു പേര് കൊടുക്കും. എന്താ പേര്? രജത ജൂബിലി, പിന്നെ സ്വർണ്ണ ജൂബിലി ഉണ്ട്, കനക ജൂബിലി, വജ്ര ജൂബിലി ഉണ്ട്, പ്ലാറ്റിനം ജൂബിലി ഉണ്ട്, അങ്ങനെ പലതരം ജൂബിലി ഉണ്ട്. പിന്നെ ദശാബ്ദങ്ങളൊക്കെ ഉണ്ട്. ദശാബ്ദം എന്ന് പറഞ്ഞാൽ 100 വർഷം ആണ്. പിന്നെ അതിനിടയ്ക്ക് പ്രായം കണക്കാക്കുമ്പോഴാണെങ്കിൽ 1000 പൂർണ്ണചന്ദ്രനെ കണ്ട അച്ഛൻ അമ്മ എന്നൊക്കെ പറയും. മുത്തച്ഛനും മുത്തശ്ശിയൊക്കെയാണ്. 84 വയസ്സാകുമ്പോഴാണ് 1000 പൂർണ്ണചന്ദ്രനെ കാണാനാണ്. പാഞ്ഞാൾ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, 8ാം വാർഡ് മെമ്പർ രാമദാസ് കാറാത്ത്, നേതൃസമിതി കൺവീനർ ശ്രീധരൻ മാസ്റ്റർ, കിള്ളിമംഗലം ഗ്രാമീണ വായനശാല സെക്രട്ടറി NS ജെയിംസ്, എക്സിക്യൂട്ടീവ് മെമ്പർ സുരേഷ് കാളിയത്ത്, ഡോക്ടർ ഉഷാദേവി ടീച്ചർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു.
വായനശാലയിൽ വെച്ച് നടന്ന പുസ്തക പ്രദർശനം വായനശാല പ്രസിഡന്റ് കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് കൈപ്പുള്ളിത്തൊടി, വിനയ് മനക്കുമാർത്ത്, അജിത ബിജു എന്നിവർ വായനശാലയിലേക്ക് സംഭാവന ചെയ്ത പുസ്തകങ്ങൾ പ്രസിഡന്റ് ഏറ്റുവാങ്ങി. ബാലവേദി കുട്ടികളും നാട്ടുകാരും ചടങ്ങിൽ സന്നിഹിതരായി. CCV പാഞ്ഞാൾ. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവില്ലാമല. സ്വർണം ഗ്രാമിന് 4270 രൂപ, പവന് 34,160 രൂപ, തങ്കം 10 ഗ്രാമിന് 47,300 രൂപ, വെള്ളി ഗ്രാമിന് 72 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജനതാ ജ്വല്ലറി. പ്രധാന വാർത്തകൾ വീണ്ടും. LDF-ലെ ഭിന്നത തുറന്നുകാട്ടി തിരുവില്ലാമലയിൽ CPI-CPM സംഘർഷം രൂക്ഷമാകുന്നു. ചരിത്ര പ്രസിദ്ധമായ തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന ഏകാദശി മഹോത്സവത്തിന് തുടക്കമായി. KSLC ചേലക്കര പഞ്ചായത്ത് തല നേതൃസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ വികസന വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. ഉത്രാളിക്കാവ് പൂരം മാർച്ച് 2-ാം തീയതി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആഘോഷിക്കും. ഇതോടെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.